ത്രിയേക ദൈവത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. വീണ്ടും പ്രഭാതത്തിലേക്ക് ഏവർക്കും സ്വാഗതം. മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം അതിൻ്റെ 20-ാം വാക്യം. നിങ്ങളുടെ നീതി ശാസ്ത്രിമാരുടെയും പരീശന്മാരുടെയും നീതിയെ കവിയുന്നില്ലെങ്കിൽ നിങ്ങൾ സ്വർഗ്ഗരാജ്യത്തിൽ കിടക്കുകയില്ല. കർത്താവ് പറയുകയാണ്, നമ്മുടെ നീതി ശാസ്ത്രിമാരുടെയും പരീശന്മാരുടെയും നീതിയെ കവിയുന്ന ഒരു നീതിയായിരിക്കണം. എന്താണ് ശാസ്ത്രിമാരുടെയും പരീശന്മാരുടെയും നീതി? അവിടെ പഴയ നിയമ സങ്കല്പത്തിൽ ഇങ്ങനെയാണ്: കണ്ണിന് പകരം കണ്ണ്, പല്ലിന് പകരം പല്ല്. അതാണ് അവരുടെ നീതി. പകരത്തിന് പകരം ചോദിക്കുക. അതാണ് ഈ യഹൂദന്മാരുടെ പരീശന്മാരുടെ നീതി എന്ന് പറയുന്നത്. അല്ലെങ്കിൽ അവർ എതിർക്കുന്നവരെ എതിർക്കണമെന്നാണ് പറയുന്നത്. അവരോട് തിന്മ ചെയ്യുന്നവരോട് തിന്മ ചെയ്യണമെന്നാണ് പറയുന്നത്. എന്തെങ്കിലും സാധനം അപകരിക്കാൻ വന്നാൽ അവനോട് എതിർത്ത് നിൽക്കണമെന്നാണ് പറയുന്നത്. അതായത് തന്നെ ദ്രോഹിക്കുന്നവരെ ദ്രോഹിക്കണമെന്നാണ് പറയുന്നത്. ദുഷ്ടനോട് എതിർത്ത് നിൽക്കണമെന്ന്. അതാണ് അവരുടെ നീതി എന്ന് പറയുന്നത്. അല്ലെങ്കിൽ കടം എന്തെങ്കിലും അയൽവക്കാരൻ ആരെങ്കിലും വിഷമത്തിലോ പ്രയാസത്തിലിരിക്കുമ്പോൾ അവരൊരിക്കലും കടം കൊടുക്കത്തില്ല, വായ്പ കൊടുക്കത്തില്ല. അപ്പോൾ അതിനെ കവിയുന്ന ഒരു നീതി എന്നാണ് പറയുന്നത് കർത്താവ്. അതാണ് പരീശന്മാരുടെയും ശാസ്ത്രിമാരുടെയും നീതി എന്ന് പറയുന്നത്. കൊതുകിനെ അരിച്ചെടുക്കുന്ന നീതിയാണ്, ഒട്ടകത്തെ വിഴുങ്ങുന്ന നീതിയാണ്. കൊതുകിനെ അരിച്ചെടുക്കുക, ഒട്ടകത്തെ വിഴുങ്ങുക എന്ന് പറയുന്നത് ചെറിയ ചെറിയ കാര്യങ്ങൾ. കൊതുക് ചെറിയ ചെറിയ കാര്യങ്ങളോട് കൂടുതൽ ഇമ്പോർട്ടൻസ് പ്രാധാന്യം കൊടുക്കും. അതുകൊണ്ടാണ് പറയുന്നത് തുളസി, ചതവുപ്പ, ജീരകം അത് പ്രധാനം കൊടുക്കുകയാണ്. എന്നാൽ ഒട്ടകത്തെ വിഴുങ്ങുകയാണ്. അതിനെക്കാട്ടി വലിയ കാര്യങ്ങളുണ്ട്. ഒട്ടകത്തെ കണ്ടില്ലെന്ന് നടിക്കുകയാണ്. എന്താണെന്ന് വെച്ചാൽ അതിനെക്കാട്ടി വലിയ കാര്യം അപ്പനെ സ്നേഹിക്കണം, അമ്മയെ സ്നേഹിക്കണം, സഹോദരങ്ങളെ സ്നേഹിക്കണം, ഭാര്യയെ ചേർത്ത് നിർത്തണം, നല്ല ശമരിയാക്കാരനെ പോലെ മനസ്സലിവ് കാണിക്കണം, നീതി, ദയ, കരുണ ഇതൊക്കെ കാണിക്കണം. അതൊന്നും വയ്യ. കാരണം ചെറിയ കാര്യങ്ങൾ, ചെറിയൊരു ദശാംശം കൊടുത്താൽ അത് വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമല്ല, പൈസ ചെലവുള്ള കാര്യമല്ല. എന്നാൽ ഇതൊക്കെയെന്ന് പറയുന്നത് ശകലം ബുദ്ധിമുട്ടുള്ള കാര്യം. മറ്റുള്ളവരെ സ്നേഹിക്കുക എന്ന് പറയുന്നത്, അല്ലെങ്കിൽ മുറിവേറ്റ് കിടക്കുന്നതിന് ആശുപത്രി കൊണ്ടുപോകുക എന്ന് പറയുന്നത്, ഇതൊക്കെയാലും ബുദ്ധിമുട്ടുള്ള പൈസ കൊടുക്കുന്ന കാര്യമാണ്. അതുകൊണ്ടാണ് അവരുടെ നീതി എന്ന് പറയുന്നത് ഇതാണ്: കൊതുകിനെ അരിച്ചെടുക്കുന്ന നീതിയും ഒട്ടകത്തെ കണ്ടിൽ നിന്ന് അടിക്കുന്ന നീതിയുമാണ്. അപ്പനെയും അമ്മയും ഒക്കെ ബഹുമാനിക്കേണ്ട, കുർബാൻ എന്ന് പറഞ്ഞാൽ മതി എന്ന് പറയുകയാണ്, എല്ലാം ശരിയാകും എന്ന് പറയുന്നത്. ഇതൊക്കെയാണ് അവരുടെ നീതി. ഈ നീതിയെ കവിയുന്ന ഒരു നീതിയാണ് കർത്താവ് പഠിപ്പിക്കുന്നത്. അതെങ്ങനെയാണ്? കർത്താവ് ചോദിക്കുകയാണ്, നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ, കണ്ണിന് പകരം കണ്ണ്, പല്ലിന് പകരം പല്ല്. എന്നാൽ കർത്താവ് പറയുകയാണ്, അങ്ങനെയല്ല ഞാൻ പറയുന്നത്. അതായത് നിൻ്റെ ഒരു ചേട്ടത്ത് ആരെങ്കിലും അടിച്ചാൽ മറ്റേ ചെറുകൂടെ കാണിച്ചു കൊടുക്കണം. നിൻ്റെ പുതപ്പ് ആരെങ്കിലും എടുത്തുകൊണ്ട് പോയാൽ നിൻ്റെ ഉടുപ്പുകൂടെ ഊരി കൊടുക്കണം. ആരെങ്കിലും നിന്നോട് പറയാം, എന്നെ സഹായിച്ച് ഈ സാധനം എടുത്തുകൊണ്ട് അങ്ങോട്ട് വരെ പോരാൻ പറഞ്ഞാൽ വയ്യാന്ന് പറയരുത്. 2-3 ചുവട് നടക്കണം. അങ്ങനെയാണ് ആ ഒരു നീതിയിലേക്ക് വരാനാണ് പറയുന്നത്. അപ്പോൾ എങ്ങനെയാണ് അവിടെ കർത്താവ് ചോദിക്കുകയാണ്, നിങ്ങളെ സ്നേഹിക്കുന്നവരെ മാത്രം സ്നേഹിച്ചാൽ എന്താ പ്രയോജനം? നിങ്ങളെ വന്ദനം ചെയ്യുന്നവരെ മാത്രം വന്ദനം ചെയ്യുന്ന പ്രയോജനം? ഇതാണ് പരീശന്മാരുടെ നീതി. കർത്താവ് പറയുകയാണ്, നമ്മളെല്ലാവരോടും ചിരിക്കണം, നമ്മളെല്ലാവരോടും ക്ഷമിക്കണം, നമ്മളെല്ലാവരെയും വന്ദനം ചെയ്യണം. അതാണ് കർത്താവ് പഠിപ്പിച്ചത്. വിരിച്ചു പിടിച്ച ആ ക്രൂശിൽ ഇങ്ങനെ കിടക്കുമ്പോൾ എല്ലാവരെയും ഉൾക്കൊള്ളണം. ഈ ലോകത്തെ മൊത്തം, നല്ലവനെയും ദുഷ്ടനെയും മൊത്തം ഉൾക്കൊള്ളുന്ന ഒരു സ്നേഹമാണ്. അതുകൊണ്ടാണ് കർത്താവോട് ചൂണ്ടിക്കാണിക്കുന്നത്, സ്വർഗീയ പിതാവ് മഴ പെയ്യിക്കും, സൂര്യൻ ഉദിപ്പിക്കും. ആ സൂര്യൻ ഉദിപ്പിക്കുമ്പോഴും മഴ പെയ്യിക്കുമ്പോഴും കുറച്ച് പേർക്കല്ല, ദുഷ്ടന്മാർക്ക് മഴ കൊടുക്കാതിരിക്കുന്നില്ല, സൂര്യൻ കിട്ടാതിരിക്കുന്നില്ല, വെയിൽ കിട്ടാതിരിക്കുന്നില്ല. നല്ലവന് മാത്രമല്ല കൊടുക്കുന്നത്. ദുഷ്ടന്മാരുടെ മേലും നല്ലവരുടെ മേലും മഴ പെയ്യിക്കുന്ന ഒരു ദൈവം, സൂര്യനെ ഉദിപ്പിക്കുന്ന ദൈവം. അതുപോലെ നമ്മൾ എല്ലാവരെയും സ്നേഹിക്കുകയും നമുക്കുള്ളതൊക്കെ പങ്കിടലിൻ്റെ അനുഭവത്തിലേക്ക് വരികയും ചെയ്യണമെന്നാണ് ദൈവം പറയുന്നത്. അങ്ങനെ ഒരു അനുഭവത്തിലേക്ക് വരുമ്പോഴാണ് നമ്മൾ സ്വർഗ്ഗരാജ്യത്തിൻ്റെ അവകാശികളാകുന്നത്. അതുകൊണ്ടാണ് കർത്താവ് അവിടെ അതിൻ്റെ അവസാനത്തിൽ ഇങ്ങനെ പറയുന്നത്, നിങ്ങളുടെ സ്വർഗീയ പിതാവ് സൽഗുണപൂർണനായിരിക്കുന്നത് പോലെ നിങ്ങളും സൽഗുണപൂർണനായിരിക്കുവിൻ. നമ്മുടെ സൽഗുണപൂർണനായിരിക്കുന്ന ദൈവം നമ്മുടെ കർത്താവ്. അതുപോലെ നമ്മളാകുമ്പോഴാണ് സ്വർഗ്ഗരാജ്യത്തിൻ്റെ അവകാശികളാകുന്നത്. അതെപ്പോഴാണ് ആവുന്നത്? ക്ഷമിച്ചു കൊടുക്കുന്ന ഒരു അനുഭവത്തിലേക്ക് വരുമ്പോഴാണ്, എല്ലാവരെയും ചേർത്ത് നിർത്തുന്ന അനുഭവത്തിലേക്ക് വരുമ്പോഴാണ്, ക്ഷമിക്കുവാൻ, ഒന്ന് അംഗീകരിക്കുവാനുള്ള കഴിവ് ആ ഒരു മനസ്ഥിതി വരുമ്പോഴാണ് വരുന്നത്. അതാണ് ഒരു കഥ. ഇങ്ങനെയാണ്, സംഭവമാണ്. ഒരു അച്ചായന് എന്നും വൈകുന്നേരങ്ങളിൽ കുടിച്ച് പൂസായിട്ട് വരും. വന്നു കഴിഞ്ഞാൽ ഉടനെ ആഹാരം കഴിക്കും. എന്തുവരും നിസ്സാര കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഈ അമ്മാമ്മയെ എടുത്തിട്ട് ഇടിക്കും, കുനിച്ചു നിർത്തി പുറത്തിടിക്കും, അടിക്കും, എല്ലാം ചെയ്യും. അപ്പോൾ അങ്ങനെ ദിവസവും ഇത് ഇങ്ങനെ പതിവായി അവർക്കൊരു ശീലമായി. ഈ അമ്മാമ്മയെ 2 അടിക്കാതെ അല്ലെങ്കിൽ ഇടിക്കാതെ അച്ചാൻ ഉറക്കം വരത്തില്ല. ഈ അമ്മാമ്മയ്ക്കും തിരിച്ചതുപോലെയാണ്, ഈ അച്ചാൻ്റെ 2 അടി കൊള്ളാതെ ഉറക്കം വരത്തില്ല. അപ്പം അങ്ങനെ പതിവായി ഇങ്ങനെ പോകുമ്പോൾ ഒരു ദിവസം ഈ അച്ചാന് പതിവിലും കൂടുതൽ കുടിച്ചിട്ട് വന്ന് കൂടുതലായിട്ട് പൂസാണ്. അപ്പം അങ്ങനെ ഇരിക്കുമ്പോൾ ആഹാരം ഈ അമ്മാമ്മ വിളമ്പി കൊടുത്തു. അപ്പോൾ അവിടെ എല്ലാം ഇങ്ങനെ ഈ ഇദ്ദേഹത്തിന് കുടിക്കാനേ മാത്രമേ പൈസ ഉള്ളൂ, മറ്റു കാര്യങ്ങൾക്ക് വലിയ പൈസ ഇല്ല. അപ്പം അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ദിവസം ഈ മീൻ
വിളമ്പിക്കൊണ്ടിരിക്കുമ്പം മീൻ കഷ്ണം 1-2 കഷ്ണം ഉള്ളത് തീർന്നു പോയി. പിന്നെയും കൊണ്ടുവരാൻ പറയുക. എവിടുന്നാണ് കൊണ്ടുവരുന്നത്? ചട്ടി പഠിച്ചാൽ കൊടുത്തത്. അപ്പോൾ ഇങ്ങനെ ആയപ്പം തീർന്നെന്ന് പറഞ്ഞ് ദേഷ്യമായപ്പം അതിന് അടി തുടങ്ങി. അടി തുടങ്ങുമ്പോൾ സഹിക്കാൻ വയ്യാതായപ്പോൾ ഈ അമ്മാവൻ പറഞ്ഞു, ഞാൻ ചട്ടി പഠിച്ചതാണ്, ഞാൻ എവിടുന്നാണ് എടുത്തുകൊണ്ട് വരുന്നത്. അത് ഈ അച്ചായന് തർക്കുത്തരമായിട്ടാണ് തോന്നിയത്. അതിനെ കുത്തിപ്പിടിച്ച് ഇടിച്ച് അങ്ങനെ ദേഷ്യപ്പെട്ടിട്ട് ഈ അച്ചായൻ രാത്രിയിൽ കതവ് തുറന്നിട്ട് ഈ അമ്മാമ്മയെ പിടിച്ച് മുറ്റത്തോട് ഒറ്റ അങ്ങനെ ഏറായി. അതും അല്ല, മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ മഴയത്ത് ഈ അമ്മാമ്മയെ പിടിച്ചങ്ങ് എറിഞ്ഞു കഴിഞ്ഞ് ഈ അച്ചായൻ ആഹാരമൊക്കെ കഴിച്ച് സുഖമായി ഇറങ്ങി. മദ്യത്തിൻ്റെ ലഹരിയിൽ ഈ അമ്മാമ്മയെ വെളിയിൽ അടിച്ചിറക്കിയത് ഈ അച്ചായൻ ഓർത്തില്ല. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോൾ അച്ചായൻ കിടന്നുറങ്ങി. നേരം വെളുത്തു. നല്ലപോലെ നേരം വെളുത്തപ്പോൾ എത്ര അടിച്ചാലും എത്ര പിടിച്ചാലും എപ്പോഴും ഈ അച്ചായനെ സ്നേഹിച്ചുകൊണ്ട് ഒരു തുണി എടുത്ത് അച്ചായൻ്റെ കാൽക്കിൽ നിലത്ത് വന്ന് കിടക്കുന്ന അമ്മാമ്മ. അപ്പോൾ ഈ അച്ചായൻ എഴുന്നേറ്റ് പോകുമ്പോൾ അമ്മാമ്മയെ കാണുന്നില്ല. മുറി നോക്കി, അടുക്കളയിൽ നോക്കി, അമ്മാമ്മയെ കാണുന്നില്ല. പെട്ടെന്ന് അന്നേരമാണ് ഓർമ്മ വരുന്നത്, അയ്യോ ഇന്നലെ രാത്രിയിൽ അവളെ അടിച്ച് വെളിയിൽ ഇറക്കിയല്ലോ. ഓടിച്ചെന്ന് കതവ് തുറന്ന് വെളിയിലിറങ്ങുമ്പോൾ ഈ അമ്മാമ്മ ആ ചുവരിനോട് ചേർന്ന് നനഞ്ഞ ആ തുണി, ഉടുത്തിരുന്ന തുണി മൊത്തം മഴയത്ത് നനഞ്ഞു. അങ്ങനെ ഒരു ചുമരിനോട് ചേർന്നിരുന്ന് ഉറങ്ങിക്കൊണ്ടിരിക്കുക. അപ്പോഴും ഈ നേരം എടുത്തു ഒന്നും അറിയുന്നില്ല. ഈ നെറ്റിക്കൂടെ ചോര വരുന്നുണ്ട്. പിടിച്ച് തല്ലിയപ്പോൾ അങ്ങ് മുട്ടിയതാണ്. ചോര അങ്ങ് ഉണങ്ങിയിരിക്കുന്നു. അവിടെ ഇങ്ങനെ ഇരിക്കുക. അപ്പോൾ പെട്ടെന്ന് ഈ അച്ചാൻ ചെന്ന് പിടിച്ചെഴുന്നേച്ചപ്പോഴേ ഈ അമ്മാമ്മ ഒരു ക്ഷമാപണത്തോടെ, ഒന്നും സംഭവിച്ചിട്ടില്ലാത്ത വേണ്ടി പറയാണ്, എൻ്റെ ഈ അച്ചായ നേരം എടുത്ത് അറിഞ്ഞില്ല, എന്താ അച്ചായന് കഴിക്കാൻ വേണ്ടത്? ഗോതമ്പ് പുട്ട് വേണോ ഗോതമ്പ് ദോശ വേണോ? അവിടെ ഈ ഉള്ള സാധനം എന്ന് പറയുന്നത് ഈ ഗോതമ്പ് പൊടി മാത്രമേ ഉള്ളൂ. ആ ഉള്ളത് കൊണ്ട് ഈ അച്ചായനൊരു സ്വാദിഷ്ടമായ ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുന്ന കാര്യം ഈ അമ്മാമ്മ ചോദിക്കുന്നത്. ഈ അമ്മാമ്മ സ്നേഹം കൊണ്ട് അച്ചായനെ കൊല്ലുവാണ്. മറിച്ച് ഈ അച്ചായൻ കഴിഞ്ഞ രാത്രിയിൽ ഉപദ്രവിച്ച് ദേഹോപദ്രവം ചെയ്ത് കൊല്ലുന്ന പോലെ വെളിയിറക്കിയിട്ട് ഇവിടെ തിരിച്ച് ഈ അമ്മാമ്മ ചെയ്യുന്ന എന്താണെന്നറിയാമോ? സ്നേഹം കൊണ്ട് കൊല്ലുകയാണ് ഈ അച്ചായൻ. അപ്പോൾ അവിടെ ഈ അച്ചായൻ ഇരുന്ന് പോയി, കണ്ണീര് പൊഴിച്ചു പോയി. അച്ചായൻ പിന്നെ കുടിച്ചിട്ടേ ഇല്ല. പുതിയൊരു മനുഷ്യനായി പള്ളിയും പട്ടക്കാരമുള്ള ജീവിതത്തിൽ നടന്ന് അവിടെ സ്വർഗതുല്യമായ ഒരു കുടുംബമായി അവർ മാറി. അപ്പോൾ അവിടെ ഈ അമ്മാമ്മ ക്ഷമ കൊണ്ട് തൻ്റെ പ്രിയതമനെ നേടുകയാണ്. ക്ഷമ കൊണ്ട് തൻ്റെ പ്രാണനാഥനെ നേടുകയാണ്. കർത്താവ് അതുകൊണ്ടാണ് പറയുന്നത്, ക്ഷമ കൊണ്ട് നിങ്ങൾ പ്രാണനെ നേടുവിൻ. ക്ഷമ കൊണ്ട് നിങ്ങൾ പ്രാണനെ നേടുക എന്ന് പറയുന്നത് ഇതുപോലെയാണ്, സ്വർഗരാജ്യത്തെ നേടുന്ന അനുഭവമാണ്. ഇവിടെ ആ കുടുംബം സ്വർഗരാജ്യം പോലെ ആയി. അതുകൊണ്ടാണ് കർത്താവ് പറയുന്നത്, സ്വർഗരാജ്യം നിങ്ങളുടെ ഇടയിൽ തന്നെയുണ്ട്. സ്വർഗരാജ്യം നമ്മൾ തന്നെ ഉണ്ടാക്കുന്ന ഒരു അവസ്ഥയാണ്, ഒരു അന്തരീക്ഷമാണ്, നമ്മുടെ ഒരു അനുഭവമാണ്, വല്ലാത്തൊരു നമ്മൾ തന്നെ ഉണ്ടാക്കുന്ന ഒരു അവസ്ഥയാണ്, അവസ്ഥാവിശേഷമാണ്. അത് നമ്മൾ തന്നെ ഉണ്ടാക്കുന്നത്. അതുകൊണ്ടാണ് കർത്താവ് പറയുന്നത്, സ്വർഗരാജ്യം നിങ്ങളുടെ ഇടയിൽ തന്നെയുണ്ട്. അവിടെ ഈ അമ്മാമ്മ മറിച്ച് ഇങ്ങനെ പറയുകയാണ്, ഇവിടെ കാലമട ഇന്നലെ എന്നെ കൊല്ലാൻ വന്നിട്ട് തന്നെ ഇതാപ്പം പഞ്ചാരവാക്ക് വരുന്നതുകൊണ്ട് പറഞ്ഞുകൊണ്ട് കഴിഞ്ഞാൽ പിന്നെയും പ്രശ്നമാകും. പക്ഷേ അമ്മാമ്മ സ്നേഹം കൊണ്ട് കൊല്ലുകയാണ്. ഒന്ന് ക്ഷമിച്ചു കൊടുത്തപ്പോഴേ അവിടെ സ്വർഗരാജ്യത്തിൻ്റെ അനുഭവമുണ്ട്. കൂടുമ്പോൾ ഇമ്പം ഉണ്ടാകുന്ന കുടുംബം, അങ്ങനെ ആ ഇമ്പമുള്ള പർദീസയായി. വീട് ഒരു പർദീസയാണ്. അവിടെ ആ പർദീസയുടെ അനുഭവം, സ്വർഗരാജ്യത്തിൻ്റെ അനുഭവം ഉണ്ടാകുകയാണ്. അതുകൊണ്ടാണ് കർത്താവ് വീണ്ടും പറയുന്നത്, ഇതാ സ്വർഗരാജ്യം നിങ്ങളുടെ ഇടയിൽ തന്നെ ഉണ്ട്. അതുകൊണ്ട് നമുക്ക് വേണ്ടത് ഇതുപോലത്തെ ക്ഷമിച്ചു കൊടുക്കാനുള്ള കഴിവാണ്. ഒന്ന് അംഗീകരിച്ച് ആ രാത്രിയിൽ ഈ അമ്മാമ്മ ഹൃദയം നിറഞ്ഞ് ആ മഴയത്തിരുന്ന് കരഞ്ഞിട്ടുണ്ടാകും. ആ ഹൃദയം നിറങ്ങിയ ആ ഹൃദയത്തിൽ നിന്നുള്ള പ്രാർത്ഥന ദൈവസന്നിധിയിലെത്തി. അവിടെ ദൈവം പ്രവർത്തിച്ചു. അതുകൊണ്ട് നമുക്കും ഒന്ന് ക്ഷമിച്ചു കൊടുക്കുവാനുള്ള ഒരു കഴിവ്, മറ്റുള്ളവരോടൊന്ന് നല്ലത് പറയുവാനുള്ള നല്ലൊരു പുഞ്ചിരി, അവിടെ സ്വർഗം തുറക്കുകയാണ്, സ്വർഗരാജ്യത്തിൻ്റെ അനുഭവം ഉണ്ടാകുക. കർത്താവ് പറയുകയാണ്, നിങ്ങളുടെ നീതി ശാസ്ത്രിമാരുടെയും പരീശന്മാരുടെയും നീതിയെ കവിയുന്നില്ലെങ്കിൽ നിങ്ങൾ സുരാജ്യത്തിന് അവകാശമാവുകയില്ല. എങ്ങനെയാണ് ആ നീതി കവിയുന്നത്? നിങ്ങളുടെ പിതാവായ ദൈവം സൽഗുണപൂർണ്ണനായതുപോലെ നിങ്ങളും സൽഗുണപൂർണ്ണനാകുകയും. അങ്ങനെ സുഖരാജ്യത്തിൻ്റെ അനുഭവത്തിലേക്കായി തരുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. ദൈവം അതിന് നമുക്ക് എല്ലാവിധ അനുഗ്രഹങ്ങളും ആശംസകളും തരട്ടെ. ദൈവം നമ്മെ സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ.